വെൽക്കം ബാക്ക് ടു QA ഫോക്കസ് +2 ഫിസിക്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിനകത്ത് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഡൈപോളിൻ്റെ മൊമെൻറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, ദെൻ ടോർക്ക്, ഈ ഡൈപോളിന് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ ഫോർമുല അല്ല ഡയഗ്രാം ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ഡൈപോൾ കാരണം വരുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു ഡൈപോളിനെ ഒരു എക്സ്റ്റേണലായിട്ടൊരു ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഡൈപോളിന് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലൊന്നും നമ്മൾ വെച്ചിട്ടില്ല, വെറുതെ ഒരു ഡൈപോൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ഡൈപോൾ കാരണം അവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഡൈപോളിൻ്റെ ആക്സിയൽ ഫീൽഡ്, ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോളിൻ്റെ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്. ഒന്ന് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിയൽ ലൈനിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൈപോളിനെ കൺസിഡർ ചെയ്യുന്നു. ഡൈപോൾ എന്ന് പറയുന്നത് small charges, equal and opposite charges separated by very small distance. Equal and opposite charges separated by very small distance. ഒരു -q ചാർജ് ഉണ്ട്, ഒരു +q ചാർജ് ഉണ്ട്. ഈ ചാർജസിന് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഒയിന്ന് a ഡിസ്റ്റൻസ് ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും a ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ ആക്സിസ് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റ് പി എന്നെടുക്കുകയാണ്. ഒരു ഡൈപോൾ എടുത്തു. ഡൈപോളിൻ്റെ ലെന്ത് 2a ആണ്. സെൻറ്ററിൽ നിന്ന് a ഡിസ്റ്റൻസ് -q ചാർജിലേക്ക് +q ചാർജിലേക്കും a ഡിസ്റ്റൻസ്. അതിൻ്റെ എക്സ് ആക്സിസ് എടുത്തു. ആ എക്സ് ആക്സിസിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഡൈപോൾ കാരണം ഈ വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിനിലും ഈ പ്ലെയിനിലും ചുറ്റിലൊക്കെ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പോയിന്റിൽ +q ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. +q ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന എപ്പോഴും പുറത്തേക്കാണ്, അല്ലേ? പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എപ്പോഴും പുറത്തേക്കാണ്. ഫീൽഡ് ലൈൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓൾറെഡി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഡൈപോളിൽ ഈ +q കാരണം ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആണ്. +q പ്ലസ് ചാർജ് കാരണം വരുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി മൈനസ് ചാർജ് കാരണം വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ആരോ എപ്പോഴും ഇടുന്നത് ചാർജിനകത്തേക്കാണ്, അല്ലേ? ഇൻറ്റു ദി ചാർജാണ്. ഫീൽഡ് ലൈൻസ് വന്ന് എൻഡ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ചാർജിൽ, ഉള്ളിലോട്ടായിരിക്കും. ഇത് ഈ -q. അപ്പോൾ ഈ ഡൈപോളിൽ പ്ലസ് ചാർജ് കാരണവും മൈനസ് ചാർജ് കാരണവും ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പ്ലസ് ചാർജ് കാരണം ഔട്ട്വേർഡ് ആണ്, മൈനസ് ചാർജ് കാരണം ഇൻവേർഡ് ആണ്, ഇൻറ്റു ദി ചാർജ് ആണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫീൽഡ് അല്ലെങ്കിൽ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടിൻ്റെയും ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഫീൽഡിൻ്റെയും ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഏതാണോ വലുത് അതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക, അത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി ഈ പോയിന്റ് പി എന്ന് പറയുന്നത് ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന്
ഡൈപോളിൻ്റെ സെൻറ്റർ O ആണ്. ആ സെൻറ്ററിൽ നിന്ന് R ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് P എന്നങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് R ഡിസ്റ്റൻസിലാണ്. എനിക്കിപ്പം പ്ലസ് ചാർജ് കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് കാരണം ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി എനിക്ക് ഈ പ്ലസ് ക്യൂ നമുക്ക് കൊടുക്കാമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. ചാർജ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഇതുവരെ കാണാത്തവരോ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോണേ. 4πε0 ക്യൂബ് ബൈ ആർ സ്ക്വയർ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. 1/4πε0 ക്യൂബ് ബൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് P ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് P വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നാണ് R ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്? ഇവിടം വരെ നമുക്ക് നോക്കിയാൽ മതി അല്ലേ. ഇവിടം വരെ നമുക്ക് കിട്ടിയാൽ മതി. ടോട്ടൽ R ആണ്, R അല്ല. പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ ആ ഡിസ്റ്റൻസിലാണ് പോയിന്റ് P ഇരിക്കുന്നത്. പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് P ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കുള്ള ഇത്രയും ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്ത് കളയുക. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? A ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് എന്തെഴുതാം? R മൈനസ് A ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. R മൈനസ് A ദ ഹോൾ സ്ക്വയർ ഇവിടം വരെ നമുക്ക് മതി. അപ്പോൾ ഈ A ഡിസ്റ്റൻസ് നമ്മളങ്ങ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ ആ ഡെറിവേഷൻ ചെയ്യുന്ന ആ പാർട്ടിൽ നമ്മൾ ആ ഇക്വേഷൻ എഴുതി വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഈ ഡിസ്റ്റൻസ് എടുക്കുന്നതിലാണ്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, നമുക്ക് ചെയ്തു പോകാൻ പറ്റും. പിന്നെ ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം കറക്റ്റായിട്ട്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. ഈ മൈനസ് ക്യൂ എന്ന് കൊടുത്തു. അതും എന്ത് തന്നെയാണ്? 1/4πε0 കോൺസ്റ്റന്റ് അല്ലേ. ക്യൂ ബൈ എഗെയിൻ ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് നോക്കിയേ, സെൻറ്റർ വരെ R ഉണ്ട്. സെൻറ്ററിൽ നിന്ന് പിന്നെയും A ഡിസ്റ്റൻസ് ദൂരത്തിലാണ് മൈനസ് ക്യൂ ചാർജ് വരുന്നത്. P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ഡിസ്റ്റൻസ് R ആണ്. ചാർജ് എഗെയിൻ A ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് A പ്ലസ് R ആണ്. R പ്ലസ് A ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കണം? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഇനി ഇതിനകത്ത് ആരാ വലുത്, ആരാ ചെറുത്? ഡിനോമിനേറ്റർ ചെറുതായിട്ട് വരുന്നത് ഏതാണോ അതായിരിക്കും വലുത് അല്ലേ. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 10/2 ആണോ 10/5 ആണോ വലുത്? 10/2. കാര്യം എന്താ? ഡിനോമിനേറ്റർ ഏതിനാണോ ചെറുത് വരുന്നത് അതായിരിക്കും വലുത്. അപ്പം ഇവിടെ ഡിനോമിനേറ്റർ ചെറുത് വരുന്നത് ഈ പ്ലസ് ക്യൂ ആണ് അല്ലേ. അപ്പം ഇതായിരിക്കും വലുത്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫീൽഡ് അറ്റ് P അല്ലെങ്കിൽ നെറ്റ് ഫീൽഡ് അറ്റ് P. നെറ്റ് electric field at P equal to plus Q minus E minus Q ആണ്.
ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. സിമ്പിൾ മാത്തമാറ്റിക്സ് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് എടുക്കുക എന്ന് പറയുമ്പം ദാറ്റ് ഈക്വൽ ടു 1/4πε0 ക്യൂബ് ബൈ r minus a the whole square minus 1/4πε0 ക്യൂബ് ബൈ r plus a the whole square. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസറായി. സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് രണ്ടിനകത്തും 1/4πε0യും ക്യൂവും കോമൺ ആയിട്ടുണ്ട്. 1/4πε0യും ക്യൂവും കോമൺ ആയിട്ടുണ്ട്. അപ്പം അതിനെ നമുക്കങ്ങ് പുറത്തേക്ക് എടുത്തേക്കാം. കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പം ക്യൂബ് ബൈ 4πε0 എന്ന് വന്നു. വിതിൻ ബ്രാക്കറ്റ് ഇവിടെ ക്യൂബ് ബൈ 4πε0 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. ബ്രാക്കറ്റിൽ 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ കൊടുത്തു. മൈനസ് ഇവിടെ ക്യൂബ് ബൈ 4πε0 കഴിഞ്ഞാൽ ബാക്കിയുള്ളത് r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. 1/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, നമുക്കിതിനെ 1/1 ആയിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വരാം. ഇവിടെ നോക്കിയത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിയുടെ ഫോമിലാണ്. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിയുടെ ഫോമിലാണ്. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താ സംഭവം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇവിടെ ക്യൂബ് ബൈ 4πε0 ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കൊടുക്കാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ ഇവിടെ ആർ മൈനസ് എ ആർ പ്ലസ് എ ആണ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ. ഡിനോമിനേറ്ററിൽ എന്ത് വരും? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദെൻ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് വരുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന്. ഇനി ഇവിടെ പുറത്തൊരു സ്ക്വയർ ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ ഇസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പുറത്തൊരു സ്ക്വയർ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തു. ഇവിടെ വരുമ്പോഴത്തേക്കും ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇനി ന്യൂമറേറ്ററിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമ്മുടെ സൊല്യൂഷനായി. ന്യൂമറേറ്ററിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് എന്താ വരുന്നത്? ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ ആണ്. മൈനസ് വിതിൻ ബ്രാക്കറ്റ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ ആണ്. മൈനസ് സൈൻ അകത്തോട്ട് കൊടുത്ത് എഴുതുക. ആദ്യം ഓൾറെഡി ആർ സ്ക്വയർ ഉണ്ട്, 2ar പ്ലസ് എ സ്ക്വയർ ഉണ്ട്. ഈ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്കും മൈനസ് ആർ സ്ക്വയർ പ്ലസ് 2ar മൈനസ് എ സ്ക്വയർ. ഒരേ ടേംസ് എല്ലാം പ്ലസും മൈനസും വരുന്ന ടേംസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും പോകും, അതുപോലെ എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് 4ar എന്നാണ്. 4ar എന്നാണ്. ക്ലിയർ അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും അത്രേ ഉള്ളൂ. എക്സ്പാൻഡ് ചെയ്യുക. ഈ മൈനസ് സൈൻ അകത്തോട്ട് കൊടുക്കാൻ വിട്ടുപോകരുത്. മൈനസ് സൈൻ കൊടുക്കുമ്പോഴത്തേക്കും
പ്ലസും മൈനസും ആയിട്ട് വരുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ബാക്കി എന്ത് വരും? 4AR എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈക്വൽ ക്യൂബ് ബൈ 4πε0 ക്യൂബ് ബൈ 4πε0. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 4AR ആണ്. ബൈ ആരുണ്ട്? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ദാറ്റ് ഈക്വൽ ക്യൂബ് ബൈ 4πε0 4AR ബൈ, നമ്മൾ ഡൈപോളിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയും അല്ലേ. ആ സ്മോൾ ഡിസ്റ്റൻസ് ആണ് 2A. അപ്പോൾ A എന്ന് പറയുമ്പം അതിൻ്റെയും പകുതിയാണ്. ആ ചെറിയ വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കുമ്പം കിട്ടുന്നത് പിന്നെയും അതിലും തീരെ തീരെ ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിനകത്ത് എ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഡിനോമിനേറ്ററിനെ എ സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാര്യം എന്താ? ഇറ്റ് ഈസ് ഫാർ ഫാർ സ്മോൾ അല്ലെങ്കിൽ വെരി വെരി സ്മോൾ. എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. കാര്യം എന്താ? സിൻസ് ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ. തീരെ ചെറുതായതുകൊണ്ട്, അതായത് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം തീരെ ചെറുതായതുകൊണ്ട് നമുക്കിതിനെ വേണമെങ്കിൽ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫാർ ഫാർ സ്മോൾ ആയിരിക്കും. അതായത് ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി വെരി സ്മോൾ ആയിരിക്കും എ സ്ക്വയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ടേമിനെ എ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം ഈ ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ എ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിനകത്ത് ആരേ ഉള്ളൂ? ഒരു ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആർ സ്ക്വയർ പുറത്ത് ആരുണ്ട്? ഒരു സ്ക്വയറും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് വരും? r⁴ എന്ന് വരും. ഒരു ആറും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. ഒരു ആറും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡിനോമിനേറ്ററിൽ എന്തേ വരുള്ളൂ? ഒരു r³ വരത്തുള്ളൂ. ആറും കട്ടായി ബാക്കി ഒരു r³ മാത്രമേ നമുക്ക് ഡിനോമിനേറ്ററിലുള്ളൂ. ഇനി ഈ ന്യൂമറേറ്ററിൽ നമുക്കിവിടെ ഉള്ളത് ഒരു Q ഉണ്ട്, ഒരു 4A ഉണ്ട് അല്ലേ. ഒരു Q ഉണ്ട്, 4A ഉണ്ട്. 2 × 2AQ എന്ന് എഴുതാമല്ലോ. 2 × 2AQ എന്ന് എഴുതാം. 2 × 2 4, A ഉണ്ട്, Q ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഈ 2AQ ആരാ? 2AQ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ് P ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡൈപോൾ മൊമെൻറ്റ് P ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനകത്ത് 1/4πε0, ഇവിടെ ഒരു P ഉണ്ടല്ലോ, ഇവിടെ ഒരു 2 ഉണ്ടല്ലോ. ഇവിടെ ഒരു ഈ ടേമിന് പകരം നമുക്കൊരു P കൊടുക്കാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഈ ടേമിന് പകരം നമുക്ക് P കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2P ബൈ r⁴ ഇല്ല, ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ആരേ ഉള്ളൂ? r³ ഉള്ളൂ. ഇതാണ് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിസിൽ കൂടിയുള്ള ഫീൽഡ് ഇതാണ്. ഇത് ആക്ട് ചെയ്യുന്നത് ഈ എക്സ് ആക്സിസിലായിരിക്കും, പിയിൽ നിന്നും എക്സ് ആക്സിസിലേക്കായിരിക്കും. അതായത് ഡയറക്ഷൻ പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് അലോങ് ദി PX ആക്സിസ്. PX ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാരണം പ്ലസ് EQവിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതായിരിക്കും. പ്ലസ് EQ മൈനസ് EQ ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത് അല്ലേ. ഡിഫറൻസ് എടുക്കാൻ നേരത്ത് വലുതെന്ന് പറയുന്നത് പ്ലസ് ചാർജ് കാരണം വരുന്ന ഫീൽഡായിരുന്നു. അപ്പോൾ പ്ലസ് ചാർജ് കാരണം വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് PX ആയിരിക്കും. ദ ഡയറക്ഷൻ ഈസ് എലോങ് PX ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിസ് ഈസ് ഈക്വൽ ടു
1/4πε0 2p/r³. 2p/r³. അപ്പോൾ നമ്മുടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് px ആണ്. എലോങ് px ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോട്ട് ചെയ്തോണം. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് px ആണ്. ഇനി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ആക്സിസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 1/4πε0 2p/r³ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³. ഈ രണ്ട് പോയിന്റ്സും നോട്ട് ചെയ്തിട്ടോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ +2 ഫിസിക്സിനകത്ത് ഫസ്റ്റ് ഡെറിവേഷനാണ് നമ്മളിന്ന് ചെയ്തത്. തൊട്ട് മുമ്പ് നമ്മൾ ടോർക്കൊക്കെ ചെയ്തു, പക്ഷെ അതൊരു ഷോർട്ട് ഡെറിവേഷനാണ്, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെയാണ്. ഇതാണ് ഫസ്റ്റ് ലെന്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ. +2 ഫിസിക്സിനകത്ത് ഫസ്റ്റ് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അതിനകത്ത് ഫസ്റ്റ് ഡെറിവേഷനാണ് നമ്മളിപ്പം ചെയ്തത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഈ രണ്ട് പോയിന്റ്സും നോട്ട് ചെയ്തോണം. ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ആക്സിസ് എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഈ ആക്സിസ് ഓഫ് എ ഡൈപോൾ ആണ്. ഡൈപോളിൻ്റെ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/r³ പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ്. ഡിസ്റ്റൻസ് ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പം ഒപ്പം തന്നെ ഒരു പേപ്പറും പെന്നും കൂടി എടുത്തിട്ട് കൂടെ തന്നെ എഴുതി അങ്ങ് പഠിച്ചു പോകണം. എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ ഡെറിവേഷനൊക്കെ ഓർമ്മയിൽ കിട്ടത്തുള്ളൂ, എക്സാമിന് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു ലൈക്ക് ഇടാനും ഒക്കെ ഒന്ന് മറന്നു പോയേക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാവേ.